Welcome back to Teacher's Diary. Geometry and Algebra അല്ലെങ്കിൽ ജ്യാമിതിയും ബീജഗണിതവും എന്ന 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വരക്കണക്ക് എന്നുള്ള ഒരു സെക്ഷനിൽ 227ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം -1,4 1,2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ മറ്റ് രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. Find the coordinates of two other points on the line joining -1,4 and 1,2. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റ്സ്, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ആ പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയുള്ള രണ്ട് ബിന്ദുക്കളുടെ അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെറുതെ നമുക്കൊരു ലൈൻ വരച്ച് നമ്മൾ ഈ തന്നിട്ടുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ -1ഉം 4ഉം ആണ്. സം എന്ന് പറയുന്നത് 3 ആയിരിക്കും. -1 4. ഓക്കെ, ഇവിടെ 1 + 2 അതിന്റെ സമ്മും 3 ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറയാം, സം 3 ആയിട്ട് വരുന്ന സൂചക സംഖ്യകൾ, അതായത് നമുക്ക് വേണമെങ്കിൽ 0,3 3,0 1,2 ഇതൊക്കെ ഈ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് ആൻസർ വരുന്നത് എന്നുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ നമുക്കറിയാം, y2 - y1 / x2 - x1. ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും, y2 എന്നുള്ളത് നമ്മൾ 2 ആണ് എടുക്കുന്നത്. 2 - 4 / 1 -1. ഓക്കെ, അപ്പൊ ഇവിടെ -2 then ഇവിടെ പ്ലസ് ആവും 1 + 1 2. സ്ലോപ്പ് വരുന്നത് -1 ആയിരിക്കും. -1 ആണ് നമുക്ക് സ്ലോപ്പ് കിട്ടിയത്. ഇനി നമുക്ക് ഈ സ്ലോപ്പ് ഉപയോഗിച്ച് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ലൈനിൽ ഒരു പോയിന്റ് ആണ് x, y എന്ന് വിചാരിക്കാം. then ഈ x, y ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 - y / 1 - x. ഇപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പിനുള്ള ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് സ്ലോപ്പ് എത്രയാണെന്ന് അറിയാം, -1 ആണ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -1 × 1 - x = 2 - y. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ വരും, -1 × -1 then +x = 2 - y. y 2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമുക്കുള്ളത് -1 ആണ്, നമ്മുടെ എക്സിന്റെ ടേം ആണ് ആദ്യം എഴുതുന്നത്. x -y ഇവിടെ വരുമ്പോൾ +y. ഇവിടെ 2 എന്നുള്ളത് പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പൊ -2ഉം -1 that is -3 = 0. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ x + y -3 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് വരുന്ന പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. സപ്പോസ് ഈ ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഞാൻ 3 കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ x = 3 ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ y-യുടെ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ x = 3 ആണ്, +y -3 = 0. ഓക്കെ, ഇപ്പൊ ഇവിടെ 3ഉം ഈ -3ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി y = 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയിന്റ്സ് എത്ര കിട്ടി, 3,0 ആണ് ഒരു പോയിന്റ് കിട്ടിയത്. 3,0 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എക്സിന് വേറെ ഒരു വാല്യൂ കൊടുത്തു നോക്കാം. x = 1. x 1 ആകുമ്പോൾ y-യുടെ വാല്യൂ എത്രയായിരിക്കും, x = 1 ആകുമ്പോൾ 1 + y -3 = 0 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. then ഇവിടെ +1 ഇവിടെ -3 അപ്പോൾ -2 ആവും. y -2 = 0. so y = റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 y = 2. then കോർഡിനേറ്റ്സ് നമുക്ക് എത്ര കിട്ടി, 1 ആണ് എക്സിന് നമ്മൾ കൊടുത്ത വാല്യൂ.
1,2 ആണ് വൈക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്ര പോയിന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എക്സിനോ അല്ലെങ്കിൽ വൈക്കോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കാം, ദെൻ വൈയുടെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഈ സ്ട്രേറ്റ് ലൈനിലെ പോയിന്റ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3, x1, x2, x3, then y1, y2, y3 ഇവ സമാന്തര ശ്രേണികളാണ്. x1, y1, x2, y2, x3, y3 എന്ന ശ്രേണിയിലെ സൂചക സംഖ്യകളായ ബിന്ദുക്കളെല്ലാം ഒരു വരയിൽ തന്നെ ആയിരിക്കുമെന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. x1, x2, x3 and y1, y2, y3 are arithmetic sequences. Prove that all points with coordinates x1, y1, x2, y2, x3, y3 are on the same line. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x1, x2, x3, etc. എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണ്. അതുപോലെ y1, y2, y3 എന്ന് പറയുന്നതും നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പോയിന്റ്സ് ഏതൊക്കെയാണ്? മൂന്ന് പോയിന്റ്സ് x1, y1, x2, y2 and x3, y3. കണ്ടിന്യൂ. ദെൻ ഈ പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രേറ്റ് ലൈനിൽ അല്ലെങ്കിൽ ഒരു സെയിം ലൈനിലെ പോയിന്റ്സ് ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് x1, x2, x3, etc. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാലും അത് സെയിം ആയിരിക്കും എന്നറിയാം. അതായത് x2 മൈനസ് x1 എന്ന് പറയുന്നത് x3 മൈനസ് x2 തുല്യമായിരിക്കും. അതുപോലെ x4 മൈനസ് x3 എന്ന് പറയുന്നതും ഇതിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനിടയിൽ വരുന്ന ഈ ഡിഫറൻസിനെ ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ്. അപ്പൊ നമുക്ക് ഇതിനെ dx എന്ന് പറയാം. ഓക്കെ, ഡിഫറൻസ് ആണ്, കോമൺ ഡിഫറൻസ് ആണ്. ഡി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ dx ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ അരിത്മെറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? y1, y2, y3, etc. Then ഇതുപോലെ ഇതും നമുക്ക് എഴുതാം അല്ലെ. y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു y3 മൈനസ് y2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഡിഫറൻസ് സെയിം ആയിരിക്കും. കാരണം അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതിനിടയിൽ കിട്ടുന്നത് കോമൺ ഡിഫറൻസ് ആണ്. നമ്മൾ അതിനെ dy എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ dx എന്നും ഇത് dy ആണെന്നും നമ്മൾ എടുക്കുകയാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? x1, y1, x2, y2, x3, y3 ഇത് സെയിം ലൈനിലെ പോയിന്റ്സ് ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈനിലെ ഏത് രണ്ട് പോയിന്റ്സ് തമ്മിൽ സ്ലോപ്പ് കണ്ടാലും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊരു സ്ട്രേറ്റ് ലൈനിലെ പോയിന്റ്സ് ആവണമെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് കണ്ടാൽ കിട്ടുന്ന സ്ലോപ്പും അതുപോലെ രണ്ടാമത്തെ രണ്ട് പോയിന്റ്സ് തമ്മിൽ സ്ലോപ്പ് കാണുമ്പോഴും സെയിം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം സ്ലോപ്പ് തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സ്ലോപ്പ്. ഇവിടെ നമുക്ക് y2 മൈനസ് y1 എന്നുള്ളത് നമ്മൾ dy ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് dy എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ x2 മൈനസ് x1 എന്നുള്ളത് dx ആണെന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് dx എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് dy ബൈ dx എന്നുള്ളതാണ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് ഈ x2 y2 എന്നുള്ള പോയിന്റും x3 y3 എന്നുള്ള പോയിന്റും ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത്? y3 മൈനസ് y2 ബൈ x3 മൈനസ് x2. ഓക്കെ, y3 മൈനസ് y2 എന്നുള്ളതും എന്ത് തന്നെയാണ്? dy തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് dy എന്ന് എഴുതാം. ദെൻ ഇവിടെ x3 മൈനസ് x2 എന്നുള്ളതും എന്ത് തന്നെയാണ്? dx തന്നെയാണ്. അതായത് കോമൺ ഡിഫറൻസ് ആണ്. ഇത് അരിത്മെറ്റിക് സീക്വൻസിൽ ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് dx എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ്സിന് രണ്ട് പോയിന്റ്സ് വീതം ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ സ്ലോപ്പ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് പോയിന്റ്സും ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 4,
x1, y1, x2, y2, x3, y3 എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണെങ്കിൽ 3x1 plus 2y1, 3x1 minus 2y1. Then next point 3x2 plus 2y2, 3x2 minus 2y2. Then third point 3x3 plus 2y3, 3x3 minus 2y3 എന്നീ ബിന്ദുക്കളും ഒരേ വരയിലായിരിക്കുമെന്ന് തെളിയിക്കുക. 2, 3 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റേത് രണ്ട് സംഖ്യകൾ എടുത്താലും ഇത് ശരിയാകുമോ? Then question ഇതാണ്. Prove that if the points x1, y1, x2, y2 and x3, y3 are on a line, so are 3x1 plus 2y1, 3x1 minus 2y1. ഇതൊരു പോയിന്റ് ആണ്. Then 3x2 plus 2y2, 3x2 minus 2y2. Then third point 3x3 plus 2y3, 3x3 minus 2y3. Would this be true if we take other numbers instead of 3 and 2? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ 3 പോയിന്റ്സ് ഏതൊക്കെയാണ്? 3 പോയിന്റ്സ് x1, y1, x2, y2, x3, y3. ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 3 പോയിന്റ്സും ഒരേ വരയിലെ പോയിന്റ്സ് തന്നെയാണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റ്സും ഒരേ വരയിലാണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ സ്ലോപ്പ് കണ്ടാൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ y2 minus y1 by x2 minus x1 കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലോപ്പാണ്. m എന്ന് എഴുതാം. m വെച്ചിട്ടാണ് നമ്മൾ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യാറ്. k എന്നും നിങ്ങൾക്ക് കൊടുക്കാം. കോൺസ്റ്റന്റ് k എന്നും നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഇനി അതുപോലെ ഈ രണ്ട് പോയിന്റ്സും ഉപയോഗിച്ച് സ്ലോപ്പ് കാണുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ദെൻ ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? y3 minus y2 divided by x3 minus x2. ഇതും എന്ത് തന്നെയാണ്? സെയിം സ്ലോപ്പ് തന്നെയാണ്. അത് m തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, m അല്ലെങ്കിൽ k ഉപയോഗിക്കാം. അപ്പൊ ഇത് രണ്ടും ഇതേപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എമ്മിന്റെ റൈറ്റ് സൈഡിലേക്ക് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ അല്ലെങ്കിൽ ഛേദത്തിനെ കൊണ്ടുപോകാം. അപ്പൊ ഈ കേസിൽ നമുക്ക് എങ്ങനെ വരും? y2 minus y1 എന്നുള്ളത് m ഇൻറ്റു ഇവിടെ ഡിവിഷൻ ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ x2 minus x1 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഇവിടെയും y3 minus y2 is equal to m into x3 minus x2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന്, അതായത് ഈ 3 പോയിന്റ്സ് ഒരേ ലൈനിലാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ഒരേ ലൈനിലാണെന്നുള്ളതാണ്. ആ 3 പോയിന്റ്സ് ആണ് നമ്മളിവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ഓരോ പോയിന്റിനെയും ഇതാണ് x1 എന്ന ഭാഗം. 3x1 plus 2y1 ആണ് നമ്മൾ x1. 3x1 minus 2y1 ആണ് y1 എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നിലും x1 ഏതാണ് y1 ഏതാന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കാണാം. ഇത് ഒരേ ലൈനിലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റ് തമ്മിൽ സ്ലോപ്പ് കണ്ടാലും ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ സ്ലോപ്പ് കണ്ടാലും സെയിം ആയിരിക്കണം. ആദ്യത്തെ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമുക്ക് സ്ലോപ്പ് കണ്ട് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? y2 minus y1. y2 എന്ന് പറയുന്നത് ഇത്രയുമാണ്, അതായത് 3x2 minus 2y2 ആണ് നമ്മുടെ y2 മൈനസ് y1 എന്നുള്ളതാണ്. ഇവിടെ മൈനസ് സൈൻ വരുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ശേഷം ഒന്നിലധികം ടേംസ് വരുന്നുണ്ട്. ഈ y1ൽ നമുക്ക് ഒന്നിലധികം ടേംസ് ഉള്ളതുകൊണ്ട് ഇവിടെ പുറത്ത് മൈനസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേമിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം ഇടാനായിട്ട്, അത് മറക്കരുത്. അപ്പൊ 3x1 മൈനസ് 2y1 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ y1 വരുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് x2 മൈനസ് x1. x2 എന്നുള്ളത് ഈ ഒരു പോർഷൻ ആണ്, അതായത് 3x2 പ്ലസ് 2y2. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് x2 വരുന്നത്. ഇതിൽ നിന്ന് x1 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ മൈനസ് ചെയ്യുന്നുള്ളത് കൊണ്ട് മൈനസിന് ശേഷം ഇത് നമുക്ക് ബ്രാക്കറ്റിൽ വേണം കൊടുക്കാൻ. 3x1 പ്ലസ് 2y1. 3x1 പ്ലസ് 2y1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സ്ലോപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ഇതിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 3x2 മൈനസ് 2y2 മൈനസ്, ഇവിടെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ്. ദെൻ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയി മാറും. ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് 3x1, നെഗറ്റീവ് 3x1. ദെൻ മൈനസ് ഇവിടെയും മൈനസ് ആണ്, രണ്ട് നെഗറ്റീവ്സ് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയി മാറും.
then positive 2y1. ഇനി താഴെയും നമുക്ക് ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. 3x2 plus 2y2 minus 3x1 plus 2 പ്ലസ് എന്നുള്ളത് ഇവിടെ മൈനസ് ആണ്. ഇവിടെ മൈനസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2y1. ഓക്കെ, ഇനി നമുക്ക് എക്സിന്റെ ടേംസിനെ ഒരുമിച്ച് എഴുതാം. x2 ഉം x1 ഉം അടുത്ത് വരുന്ന രീതിയിൽ എഴുതാം. അപ്പൊ ഇവിടെ 3x2. ഓക്കെ, ഇനി മൈനസ് 3x1 ആണ്, മൈനസ് 3x1. ഇനി y2 വരുന്നത് മൈനസ് 2y2 ആണ്, മൈനസ് 2y2. then y1 എന്നുള്ളത് 2y1 പോസിറ്റീവ് ആണ്, then പോസിറ്റീവ് 2y1 ഡിവൈഡഡ് ബൈ. ഇനി താഴെ നമുക്ക് ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് എഴുതാം. 3x2 മൈനസ് 3x1, 3x2 മൈനസ് 3x1. y2ന്റെ ടേം 2y2 എന്നുള്ളത് പോസിറ്റീവ് ആണ്, സോ 2y2, 2y1 എന്നുള്ളത് നെഗറ്റീവും, ഇവിടെ മൈനസ് 2y1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ x2 മൈനസ് x1 ഇതിന്റെ നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഒരുപോലെയുള്ള ടേംസിനെ നമ്മൾ അടുത്ത് എഴുതിയതാണ്. ഈ രണ്ട് ടേംസിനെയും കോഎഫിഷ്യന്റ് വരുന്നത് 3 ആണ്, അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അടുത്ത് എഴുതിയത്. ഇവിടെ നമുക്ക് 2 ആണ് കോഎഫിഷ്യന്റ് വരുന്നത്, അത് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അടുത്ത് എഴുതിയത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിൽ നേരിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി 3 നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ ബാക്കി വരുന്നത് x2 മൈനസ് x1 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പുറത്തെടുക്കുന്നത് മൈനസ് 2വിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്. മൈനസ് 2 പുറത്തെടുക്കുന്ന സമയത്ത് മൈനസ് 2, ദെൻ ഇവിടെ മൈനസ് 2 പുറത്ത് വന്നു, y2, ദെൻ മൈനസ് 2y1. ഓക്കെ, ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ്, ഇവിടെ നമ്മൾ മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടുന്നത്. ഓക്കെ, അതായത് ക്ലിയർ ആണ്. മൈനസ് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഭാഗം. മൈനസ് 2 ഇൻറ്റു y2 ആണ് മൈനസ് 2y2, മൈനസ് 2 ഇൻറ്റു മൈനസ് 2y1 ആണ് പ്ലസ് 2y1 വരുന്നത്. അപ്പൊ ഈ മൈനസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിലത്തെ സൈൻ മാറും. ഇവിടെ മൈനസ് 2വിനെ പുറത്തെടുക്കുന്നു, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഇനി താഴെയും ഇതുപോലെ തന്നെ നമുക്ക് 3 ഔട്ട് സൈഡ് എടുക്കാം. x2 മൈനസ് x1, ദെൻ പ്ലസ് 2 ആണ് നമ്മൾ പുറത്തെടുക്കുന്നത്, പ്ലസ് 2 ഇൻറ്റു ഇനി ബാക്കി ഇവിടെ എന്താ വരുന്നത്, y2 മൈനസ് y1. ഓക്കെ, നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കാൻ വേണ്ടി ഇത് ഒന്നുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. 2 ഇൻറ്റു y2 2y2, 2 മൈനസ് y1 2 മൈനസ് 2y1. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് 3 ഇൻറ്റു x2 മൈനസ് x1 ഉം മൈനസ് 2 ഇൻറ്റു y2 മൈനസ് y1 ആണ്. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ നമുക്കൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാനായിട്ട് ഒരു ടേം കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ y2 മൈനസ് y1, y2 മൈനസ് y1ന് നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ, ഇവിടെ y1 ആണ് കേട്ടോ. ദെൻ ഈ y2 മൈനസ് y1ന് നമ്മൾ ഒരു ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 ആണ്. ഓക്കെ, അതുപോലെ y2 മൈനസ് y1 നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാന്നുള്ളത് നോക്കാം. 3 ഇൻറ്റു x2 മൈനസ് x1 മൈനസ് 2 ഇവിടെ ഉണ്ട്. y2 മൈനസ് y1നാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുള്ളത്. ആ ഇക്വേഷൻ എന്താണ്, m ഇൻറ്റു x2 മൈനസ് x1 എന്നുള്ളതാണ്. അപ്പൊ 2 ഇവിടെ നിർത്തുക. ഇനി m ഇൻറ്റു x2 മൈനസ് x1 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. then all divided by ഇവിടെയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. 3 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് 2 ഇൻറ്റു 2 ഇവിടെ വേണം, y2 മൈനസ് y1 ഈക്വേഷൻ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം, m ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് x2 മൈനസ് x1 എന്നുള്ളത് ഇവിടെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ x2 മൈനസ് x1 ഇവിടെയും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ x2 മൈനസ് x1 എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ x2 മൈനസ് x1 ആണ് നമ്മൾ ഈ രണ്ട് ടേമിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത്. ബാക്കി എന്താ ഉള്ളത്, ബാക്കി ഈ ടേമിൽ ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ 3 മൈനസ് ഇവിടെ സൈൻ മൈനസ് ആണ്, ഇവിടെ 2m ഉണ്ട്, അപ്പൊ ഇവിടെ 2m. ഓക്കെ, അതുപോലെ തന്നെ അടിയിൽ അതായത് ഛേദത്തിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലും ഇതുപോലെ തന്നെയാണ്. x2 മൈനസ് x1 എന്നുള്ളത് ഈ രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട്
x2 മൈനസ് x1 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി താഴെ എന്താ വരുന്നത്? 3 ഉണ്ട്. ഇതിൽ പ്ലസ് 2m ആണ്. പ്ലസ് 2m. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്നതാണ് x2 മൈനസ് x1. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്താ വരുന്നത്? 3 മൈനസ് 2m ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2m. ഇതെന്താ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് 3 മൈനസ് 2m ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2m എന്നുള്ളതാണ്. ഇനി നമുക്കിത് സ്ട്രേറ്റ് ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തും കൂടെ ചെയ്യണം? ഈ മൂന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സെയിം ഇത് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് പോയിന്റ്സും ഒരേ ലൈനിലാണെന്ന് പറയാം. ഈ രണ്ട് പോയിന്റ്സും ഉപയോഗിച്ച് നമ്മൾ വീണ്ടും സ്ലോപ്പ് കണ്ടു നോക്കണം. ഈ സ്ലോപ്പ് തന്നെയാണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x2 ആണ് ചെയ്യേണ്ടത്. y3 എന്നുള്ളത് 3x3 മൈനസ് 2y3 ആണ്. ഓക്കെ, അപ്പൊ y3 നമ്മൾ എഴുതി. മൈനസ് y2 എന്നുള്ളത് എത്രയാണ്? ഇതാണ് നമുക്ക് y2 വരുന്നത്. അപ്പോ 3x2 മൈനസ് 2y2. ഓക്കെ, ഇത് നമ്മൾ ബ്രാക്കറ്റിൽ പറക്കാതെ കൊടുക്കണം. ഇനി x3 എന്നുള്ളത് 3x3 പ്ലസ് 2y3 മൈനസ് x2 എന്നുള്ളത് ഏതാ വരുന്നത്? 3x2 പ്ലസ് 2y2. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 3x3 മൈനസ് 2y3 മൈനസ് 3x2 പ്ലസ് 2y2. ഓക്കെ, ദെൻ താഴെ ഡിനോമിനേറ്റർ വരുന്നത് 3x3 പ്ലസ് 2y3 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവും 3x2 മൈനസ് 2y2. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യും? ഒരേപോലെ കോഎഫിഷ്യന്റ് ഉള്ള ടേംസ്. ഇപ്പൊ 3 ആണ് ഇവിടെ വരുന്നത്, ഇവിടെയും 3 ആണ് വരുന്നത്. ഈ ഒരേപോലെ കോഎഫിഷ്യന്റ്സ് വരുന്ന ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതും. അപ്പൊ എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ഒരേപോലെ കോഎഫിഷ്യന്റ് വരുന്ന ടേംസിനെ അടുത്തടുത്ത് എഴുതി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ നമുക്ക് 3 ആണ് കോമൺ ആയിട്ട് വരുന്ന കോഎഫിഷ്യന്റ്. ഈ രണ്ട് ടേമിലും 3 കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3നെ ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി വരുന്ന x3 മൈനസ് x2 ആണ്. x3 മൈനസ് x2. ഇവിടെ മൈനസ് 2നെ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണ്. ബാക്കി വരുന്നത് y3, ഇവിടെ സൈൻ മാറും, മൈനസ് y2. ഓക്കെ, ഇവിടെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ചെയ്യണം. 3നെ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണ്. 3നെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ x3 മൈനസ് x2 വരും. പ്ലസ് 2 ആണ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്നത്. ഇവിടെ y3 മൈനസ് y2. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു? y3 മൈനസ് y2ന് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, m ഇൻറ്റു x3 മൈനസ് x2 എന്നുള്ളത്. അപ്പൊ ഈ ഒരു y3 മൈനസ് y2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? m ഇൻറ്റു x3 മൈനസ് x2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി അങ്ങനെ ചെയ്യാനായിട്ട് 3 ഇൻറ്റു x3 മൈനസ് x2 മൈനസ് 2 ഇൻറ്റു 2 ഇവിടെ നിർത്തണം. ഇനി y3 മൈനസ് y2ന് പകരം നമ്മൾ m ഇൻറ്റു x3 മൈനസ് x2 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ന്യൂമറേറ്ററിൽ ഇതുപോലെ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി 3 ഇൻറ്റു x3 മൈനസ് x2 മൈനസ് ഇവിടെ ഡിനോമിനേറ്ററിൽ പ്ലസ് ആണ്, പ്ലസ് 2 ഇൻറ്റു m ഇൻറ്റു x3 മൈനസ് x2 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം ഉണ്ട്, x3 മൈനസ് x2 എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കോമൺ ടേമിനെ പുറത്തേക്ക് എടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് x3 മൈനസ് x2 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഈ ടേമിൽ ഇവിടെ 3 ആണുള്ളത്. 3 മൈനസ് ബ്രാക്കറ്റിൽ ഇടണം. ഇവിടെ നമുക്ക് 3യും രണ്ട് ടേമിൽ വരുന്നുണ്ട്, എന്തായാലും ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ 3 ഇവിടെ വരുന്നത് ബാക്കി എത്രയാണ്? 2m ആണ്, മൈനസ് 2m. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്ക് x3 മൈനസ് x2 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ഇവിടെ ബാക്കി വരുന്നത് 3 പ്ലസ് 2m ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ വരുന്നത് x3 മൈനസ് x2, ഡിനോമിനേറ്ററിലും x3 മൈനസ് x2. അപ്പൊ ആ ഒരു ടേം കോമൺ ആയതുകൊണ്ട് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്താ വരുന്നത്? 3 മൈനസ് 2m ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2m.
ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ആദ്യത്തെ 2 പോയിന്റ്സ് ഉപയോഗിച്ച് കണ്ടപ്പോഴും കിട്ടിയ സ്ലോപ്പ്. അപ്പൊ ഈ സ്ലോപ്പ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ 3 ടേംസും ഒരേ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഇനി ഇതിലൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഈ 3ക്കും 2വിനും പകരം വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ശരിയായിരിക്കുമോ? ഈ 3യും 2വിനും പകരം നമുക്ക് ഏത് നമ്പേഴ്സ് ഉപയോഗിച്ചാലും അത് ശരിയാകും. കാരണം ഈ 3, 2 എന്നുള്ള ഈ കോൺസ്റ്റൻസിന് നമ്മൾ ഇത്രയും ചെയ്തു വന്നപ്പോഴേക്കും യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ആ 3യും 2ഉം അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്നത്. അതിൽ വേറെ കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ ഇതിന് 3ക്കും 2വിന് പകരം വേറെ ഏത് നമ്പർ കൊടുത്താലും ഈ ഒരു ഇത് ശരിയായിട്ട് കിട്ടും. ഈ ഒരു സെക്ഷൻ വന്നിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന പോർഷനാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.